വെച്ചിട്ട് ചോദിക്കുന്നില്ല. അത് എന്താ പറയാ, പാവം പച്ചവെള്ളം ചവച്ചു കുടിക്കണ പഞ്ചപാവം. കാര്യം ജയിലിൽ പോകാൻ 14 ദിവസം റിമാൻഡ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? അതിന് വലിയ അത്ര വലിയ കുറ്റമൊന്നും അദ്ദേഹം ചെയ്തിട്ടില്ല. നല്ല മനുഷ്യൻ. ഉപദേശം കൊള്ളാം വർമ്മ സാറേ, പക്ഷെ ചെറിയൊരു പ്രശ്നമുണ്ട്. പീഡന പരാതിയിൽ ഷിയാസ് കരീമിനെ ചന്ദേര പോലീസ് കസ്റ്റഡിയിലെടുത്തു. ചെന്നൈയിലെത്തിയാണ് പോലീസ് ഇയാളെ കസ്റ്റഡിയിലെടുത്തത്. എന്റെ ഈ അന്ന സത്യം ഞാനങ്ങനെ ചെയ്തിട്ടില്ല. വെറുതെ കഴിഞ്ഞ ആഴ്ച നടന്ന കാര്യങ്ങൾ പറഞ്ഞ് എന്നെ നാറ്റിക്കരുത്. യുവതിയുടെ പരാതിയിൽ പീഡനം, ലൈംഗികാതിക്രമം, സാമ്പത്തിക കുറ്റകൃത്യം എന്നീ വകുപ്പുകൾ പ്രകാരമാണ് കേസ്. ചന്ദേരയിൽ എത്തിച്ച് പ്രതിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തും. ഹൈക്കോടതി ഇയാൾക്ക് ഇടക്കാല ജാമ്യം അനുവദിച്ചിട്ടുണ്ട്. ഇന്നലെ രാത്രി ഞാൻ പുറത്തിറങ്ങിയിട്ടേ ഇല്ല അല്ലേ? സത്യം. ഞാൻ ആക്ച്വലി എന്തോ ഒരു ആവശ്യത്തിൽ അവരും ഒരു വിഷയമാണ്. ഇപ്പൊ ഞാൻ പറയാം, എനിക്ക് ഭയങ്കര വിഷമം തോന്നുന്നു. നീ ചെറിയ വിഷയമാണെന്ന് വെച്ചാൽ സ്ത്രീകളെ വശം അതൊരു വിഷയമാണെങ്കിൽ പോലും ഈ ലോകത്ത് സ്ത്രീകളും പുരുഷന്മാരൊക്കെ തിങ്ങി നടക്കുന്ന സ്ഥലമാണ്. മോനെ സോറി കേട്ടോ. ഇറ്റ്സ് ഓക്കെ മാഡം. തെറ്റ് ചെയ്യാത്തവരായി ആരുമില്ല ഗോപു എന്നാണല്ലോ. ഇവർക്ക് അങ്ങോട്ട് ഈക്വാലിറ്റിക്ക് വേണ്ടിയാണല്ലോ ഇവിടെ മത്സരിക്കുന്നത്. അപ്പൊ അങ്ങോട്ട് വിട്ടുവീഴ്ച നേച്ചർ അങ്ങനെയാണ്. തനിക്കെതിരായ പീഡന പരാതിയിൽ മാധ്യമങ്ങൾക്കെതിരെ അശ്ലീല പരാമർശവുമായി നടൻ ഷിയാസ് കരീം സമൂഹ മാധ്യമത്തിലൂടെയാണ് തെറിവിളിയും ഭീഷണി സ്വരവും. അതെ, ആദ്യം നീ നന്നാകാൻ നോക്ക്, എന്നിട്ട് മതി സ്വയം നന്നാകുന്നത് കേട്ടാ. എന്റെ ഒരു വെടിവെച്ച് എടുത്തെന്ന് പറഞ്ഞിട്ട് കുറെ ആളുകൾ എന്റെ പേരിൽ കുറെ പേപ്പറിലും പിന്നെ ഇങ്ങനെ ന്യൂസ് സ്പ്രെഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ ജയിലിലല്ല, ഞാൻ ദുബായിലാണ്. ഇവിടെ നല്ല അരി കിട്ടും എന്ന് പറഞ്ഞപ്പോൾ വാങ്ങാമെന്നാണ്. നാട്ടിലോട്ട് ഞാൻ തരുന്നുണ്ട് അരിയൊക്കെ. ഒരക്ഷരം പോലും തെറ്റിയില്ല. ഒരു വ്യക്തിയെ വേറൊരു വ്യക്തി കൊണ്ട് നന്നാക്കാനൊന്നും പറ്റില്ല ഈ ലോകത്ത്. പിന്നെ അയാള് ജയിലിൽ പോയി. അതിനോട് ഞാൻ യോജിക്കുന്നില്ല. കാര്യം ഇവിടെ കൊലപാതകം ചെയ്ത ആളുകളെ ജയിലിൽ പോയിട്ടില്ല. ഓ, അതിലൊന്നും വലിയ കാര്യമില്ല. ഗാന്ധിജി വരെ ജയിലിൽ കിടന്നിട്ടുണ്ട്. അതെ, ഗാന്ധിജി ജയിലിൽ കിടന്നതേ ബ്രിട്ടീഷുകാരുടെ ബാത്റൂമിൽ ഒളിക്യാമറ വെച്ചേനല്ല. അപ്പൊ ചന്ദ്രനും കിടന്നിട്ടുണ്ടല്ലോ ജയിലില്. അതാ പറഞ്ഞത്. അതൊക്കെ ആണല്ലോ കേരളത്തില് ഏറ്റവും വലിയ പ്രശ്നമല്ല, ഒരാളെ കൊല്ലുന്നതോ അല്ലെങ്കിൽ ഡ്രഗ്സ്. അതാണ് ഇപ്പൊ ഞാൻ ചോദിക്കുന്നത്. ഇതൊരു കമന്റ് അടിച്ചു അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ബോഡി ഷേമിങ് വളരെ മോശമാണെങ്കിൽ പോലും ചോദിക്കേണ്ട ആവശ്യമുണ്ടോ ഞാൻ ആലോചിച്ചു. അല്ലയോ മഹാനുഭാവ, താങ്കൾ അന്യപുരുഷന പത്നിയായ ഈ മഹതിയുടെ നിതംബത്തിൽ കരുതലും അമർത്തിയത് അങ്ങേയറ്റം മ്ലേച്ഛമായ പ്രവൃത്തിയല്ലേ? ഞാൻ താങ്കൾക്കെതിരെ നിയമ നടപടി എടുക്കുന്നതിൽ വിരോധമില്ല എന്ന് കരുതട്ടെ. ഇനിമേലിൽ താങ്കൾ ഇത്തരത്തിലുള്ള കുൽസിത പ്രവൃത്തിയിൽ ഏർപ്പെടില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്ന് പറഞ്ഞ സമാധാനത്തോടെ വിട്ടാൽ മതിയോ? അല്ല, മാഡത്തിന് അത് മതിയായിരിക്കും. പക്ഷെ സാധാരണക്കാരൻ ഇവന് രണ്ട് ഇടിയിട്ടാണ് ആഗ്രഹിക്കും. ഇമാതിരി ടീമിന് എന്റെ കൈ കിട്ടിയ ഞാൻ അടിക്കും, നല്ല ഇടി. താങ്ക്സ് മോനെ ദിനേശ, താങ്ക്സ് അടിച്ചു പൊളിക്കടാ.